സത്യസന്ധമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എഴുത്തുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണൻ ചാലക്കുടിയിൽ ചോല ആർട്ട് ഗാലറിയിൽ ഒരു ദേശം ജീവിതം വായിക്കുന്നുവെന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്ത് അടക്കമുള്ള കലാപ്രവർത്തനങ്ങൾ മുൾമുനയിലാണെന്ന് രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൽ ഫാസിസത്തിൻ്റെ ക്യാൻസർ പടരുകയാണ്. ആളുകൾ വെറുപ്പിൻ്റെ പ്രയോക്താക്കളായി മാറുകയാണ്. നന്മകളെ നിഷ്പ്രഭമാക്കി വെറുപ്പ് ആഘോഷിക്കപ്പെടുകയാണ്. ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടപ്പാക്കപ്പെടുകയാണ്. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ മുളയിലെ തന്നെ ഇല്ലാതാക്കപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചിത്രകാരനും ചലച്ചിത്രകാരനുമായ കെ.എം. മധുസൂദനൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ വത്സരൻ വാതുശ്ശേരി അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ സി.എസ്. വെങ്കടേശ്വരൻ മുഖ്യാതിഥിയായി. എം.ജി. ബാബു, വാസുദേവൻ പനമ്പിള്ളി, കെ.വി. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ തട്ടകം സാംസ്കാരിക വേദിയിലെ എഴുത്തുകാരുടെ 18ഓളം രചനകളടങ്ങുന്ന സമാഹാരമാണ് ഒരു ദേശം ജീവിതം വായിക്കുന്നു എന്ന പുസ്തകം. ഒരു പുസ്തക പ്രകാശനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. പല പുസ്തക പ്രകാശനങ്ങൾ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതുമായി ഞാനും താരതമ്യം ചെയ്ത് നോക്കുകയായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തന്നെ മറ്റൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. സന്തോഷത്തിൻ്റെയും പരസ്പര അടുപ്പത്തിൻ്റെയും ഒക്കെ ഒരു ഏതെങ്കിലും ഇടുങ്ങിയൊരു ഹോളിലായിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ഒരു ദേശം ജീവിതം വായിക്കുന്നു എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. തട്ടകം എന്ന ഈ സംഘടനയിൽ ചാലക്കുടിയിൽ ഇപ്പോൾ കഴിയുന്ന ചാലക്കുടിക്കാരായ 12 എഴുത്തുകാരുടെ കവിതകളും കഥകളും അനുഭവക്കുറിപ്പുകളും ഒക്കെയാണ്. ദേശം, ജീവിതം, വായന എന്ന 3 കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. നമ്മുടെ ദേശത്തിനെക്കുറിച്ച് ഉള്ള ധാരണകൾ പലപ്പോഴും മുൻകാലങ്ങളിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു ദേശസങ്കല്പത്തിന് ഇന്ന് അത്ര വലിയ പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ചാലക്കുടിയും ചാലക്കുടിക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ലോകമാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഞാൻ ഈ ചാലക്കുടിയുടെ കുറേ വടക്ക് ഭാഗത്ത് ജനിക്കുകയും തെക്ക് ഭാഗത്ത് കുറേ കാലം പഠിക്കുകയൊക്കെ ചെയ്ത് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ മദ്യം വെക്കുന്ന സ്ഥലം, അതുപോലെ ഏറ്റവും അധികം എഴുത്തുകാരുള്ള സ്ഥലവും അത് ഡയറക്റ്റ്ലി പ്രൊഫഷണലാണ് എന്നുകൂടി തോന്നുന്നു. ഇത് രണ്ടും അത്ര മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പിന്നെ അടുത്തത് വെള്ളമാണ്, അതും ഇതിനോട് ചേർത്ത് തന്നെ വരാവുന്ന കാര്യം. എന്തായാലും വലിയൊരു സന്തോഷം പുസ്തകത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ നേരത്തെ സൂചിപ്പിച്ച മലയാളത്തിൽ വളരെ അറിയപ്പെടുന്ന ഇവരൊക്കെ ചാലക്കുടിക്കാരാണെന്ന് എനിക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു. പേര് ഏറ്റവും ഉചിതമായി ദേശത്തിൻ്റെ, അതേപോലെ തന്നെ ജീവിതം വായിക്കുന്നു. കഥ എനിക്ക് വളരെ താല്പര്യമുള്ളത്. അപ്പോൾ കിട്ടിയ ഉടനെ വായിച്ചത് മണികണ്ഠൻ്റെ കഥ തന്നെയാണ്. മണികണ്ഠൻ്റെ കഥ വായിക്കുന്നു, അല്ലെങ്കിൽ വത്സലൻ മാധുശ്ശേരിയുടെ കഥ വായിക്കുമ്പോൾ, ബാബുവിൻ്റെ കഥ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇത് വളരെ വിലപ്പെട്ടൊരു പുസ്തകമാണെന്ന് കൂടി നമുക്ക് തോന്നുന്നതാണ്. എഴുത്തോ നിൻ്റെ കവിത്തോ എന്ന് ചോദിക്കുന്നൊരു ഭാഗവും അതും എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഇന്നത്തെ ഒരു കാലത്ത് തീർച്ചയായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരൻ്റെ ജീവിതം അത്രയൊന്നും സുഖകരമോ സുരക്ഷിതമോ ഒന്നുമല്ലാത്ത വളരെ അപകടം നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തുകാർ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകർ, കലാകാരന്മാരൊക്കെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു ചീത്തകാലത്ത് കൂടിയാണ്. അപ്പം അങ്ങനത്തെ സമയത്ത് അതിനെക്കുറിച്ചുള്ളൊരു അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളുടെ സാധ്യതകൾ നിരാകരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്ന ഒരു കാലത്ത് സംവാദങ്ങളുടേതായിട്ടുള്ള രംഗങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം, അങ്ങനെ പല തരത്തിലും ഈ പുസ്തകം ഏറെ വ്യത്യസ്തമാണ്. നേരത്തെ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ രചനകൾ എന്നതിനപ്പുറത്ത് ഒരു ദേശത്തെ വളരെ വ്യത്യസ്തമായ നിലപാടുകളുള്ള, വ്യത്യസ്തമായ സമീപനങ്ങളുള്ള, വ്യത്യസ്തമായ ഭാഷാ രീതികളുള്ള എഴുത്തുകാരുടെ പലതരത്തിലുള്ള രചനകൾ ഒരുമിച്ചുണ്ടാകുന്നു എന്നതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതിന് അതിനൊരു തട്ടകമായി മാറിയതും എന്തുകൊണ്ടും വളരെ നന്നായിരുന്നു. ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് എഴുത്തുകാരും ചിത്രകാരന്മാരും ഒക്കെ ഈ പുസ്തകത്തിലും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അതൊരു ദീർഘകാലത്തെ ഒരു പ്രയത്നം, ദീർഘകാലത്തെ ഒരു സൗഹൃദത്തിൻ്റെ ഒരുമിച്ചുകൂടലൊക്കെ ഉണ്ട് ഈ പുസ്തകത്തിൽ എന്ന് ഞാൻ കരുതുന്നു. ചാലക്കുടിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ വെക്കേഷനും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് ജീവിച്ചിരുന്നതുകൊണ്ട്, കൊച്ചിയിലും കോഴിക്കോട് അങ്ങനെ പല സ്ഥലത്തായിരുന്നുകൊണ്ട്
ഒരുപാട് ഇരിഞ്ഞാലക്കുട ഒക്കെ ആയിരുന്നുകൊണ്ട് എല്ലാ വെക്കേഷനും വരുന്ന സ്ഥലമാണ് ചാലക്കുടി. അപ്പോൾ ചാലക്കുടിയിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ. ഈ റോഡിലൊക്കെ ധാരാളം കളിച്ചിട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റൊക്കെ ധാരാളം കളിച്ചിട്ടുണ്ട്. ചാലക്കുടി വേറെ രീതിയിലൊരു ബന്ധമുണ്ട്. ഒരുപാട് പുഴയിൽ കുളിക്കുകയും ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയായിട്ട് രവിയായിട്ട് ധാരാളം ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. നാടിനെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന, ഒപ്പം സൗഹൃദത്തെയും സർഗാത്മകതയെയും അത്തരം കൂട്ടായ്മകളുടെയും ഒരു ആഘോഷം കൂടിയായിട്ടാണ് ഈ പുസ്തകത്തെ ഞാൻ കരുതുന്നത്. എന്നുവെച്ചാൽ അത്തരം ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരം കൂട്ടായ്മകൾ പൊതുവെ ഇല്ലാതായി തീരുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. വളരെ വിഭജിതമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നേരത്തെ രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം വെറുപ്പും അക്രമവും ഹിംസയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത് സൗഹൃദവും ഇത്തരം കൂട്ടായ്മകളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നത് ചാലക്കുടിയിൽ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ചാലക്കുടിയുടെ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള, ചാലക്കുടിയുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ അല്ലെങ്കിൽ ഒരു ദൈനംദിന മനുഷ്യ ജീവിതത്തെ അങ്ങേയറ്റം സമ്പന്നമാക്കുന്ന, സാർത്ഥകമാക്കുന്ന 2 സംരംഭങ്ങളാണ് ചോലയും ഈ നമ്മുടെ കലാഭവൻമണി പാട്ടുപുരയും എന്നിവയും. വളരെ തുറന്ന സ്ഥലങ്ങൾ, നിരന്തരമായിട്ടുള്ള പലതരം പരിപാടികൾ, ഒത്തുചേരലുകൾ, തുറന്ന സദസ്സുകൾ, അത് എനിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഏതൊരു പട്ടണത്തിലും നഗരത്തിലും ഉണ്ടാകേണ്ട, ആവശ്യമുണ്ടാകേണ്ട ഒരുതരം പരസ്പരം ഉള്ള ഇടപെടലുകളുടെ, സൗഹൃദങ്ങളുടെ ആഘോഷ ഇടങ്ങൾ കൂടിയാണ് അവ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചോല പോലുള്ള സ്ഥലത്ത് വെച്ച് ഈ പ്രകാശനം നടക്കുന്നു എന്നുള്ളതും എനിക്ക് തോന്നുന്നു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.